സ്വാഗതം. ഇന്ന് നമ്മളൊരു ഒരു പ്രത്യേക കവിതയാണ് നോക്കാൻ പോകുന്നത്. ജോൺ വീനേഴ്സിന്റെ ചിൽഡ്രൻ ഓഫ് ദി വർക്കിംഗ് ക്ലാസ്. ഒറ്റ നോട്ടത്തിലൊരു കവിത, പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം അറിയുമ്പോൾ ഉണ്ടല്ലോ, അതൊരു നിലവിളിയായി മാറും. 1972 ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ അടച്ചിട്ട മുറിയിലിരുന്നാണ് വീനേഴ്സ് ഇത് എഴുതുന്നത്. ആ ഒരു ചിന്ത തന്നെ, അത് തന്നെ ഈ കവിതയെ നമ്മൾ സമീപിക്കുന്ന രീതിയെ മുഴുവനായിട്ട് മാറ്റിമറിക്കുമല്ലേ? തീർച്ചയായും. അതൊരു അതൊരു നിർണായകമായ വിവരമാണ്. കാരണം ഇത് പുറത്തുനിന്ന് ഒരാൾ തൊഴിലാളി വർഗത്തെ നിരീക്ഷിച്ചെഴുതുന്ന ഒന്നല്ല. മറിച്ച് ആ വ്യവസ്ഥയുടെ ഒരു ഇരയായി, അതിന്റെ ഏറ്റവും ഭീകരമായ ഒരവസ്ഥയിലെത്തിപ്പെട്ട ഒരാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണിത്. അതുകൊണ്ട് ഇതിന് സഹതാപത്തിന്റെ സ്വരമല്ല, മറിച്ച് ദേഷ്യവും വേദനയും ഒരു തരം പൊട്ടിത്തെറിയുമാണുള്ളത്. താനും ആ ചക്രത്തിന്റെ ഒരു ഭാഗമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഓരോ വാക്കും വരുന്നത്. അപ്പം നമുക്ക് ആ ലോകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. കവിതയിൽ വിവരിക്കുന്ന ആളുകളുണ്ടല്ലോ, മെലിഞ്ഞവരും വിരൂപരും അംഗവൈകല്യമുള്ളവരും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നെ ശരിക്കും പിടിച്ചുലച്ചൊരു വരിയുണ്ട്. അവർ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തകർക്കപ്പെട്ടവരാണ് എന്നുള്ളത്. അവരുടെ അച്ഛനമ്മമാരുടെ കഠിനാധ്വാനം കാരണം സംഭവിച്ചതാണത്രേ. തലമുറകളുടെ ഭാരം ചുമന്ന് ജനിച്ചു വീഴുന്ന കുട്ടികൾ. ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു ഭാരം തോന്നുന്നുണ്ടല്ലേ? അതെ, ആ പ്രയോഗം വളരെ ശക്തമാണ്. അവിടെയാണ് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ദുരിതം എന്ന ആശയം വ്യക്തമാകുന്നത്. ഇതൊരാളുടെ മാത്രം കഥയല്ല. അല്ല. റെയിൽവേ ട്രാക്കുകൾ പണിയുന്ന, കിടങ്ങുകൾ കുഴിക്കുന്ന പുരുഷന്മാർ, സൂര്യൻ ഉദിക്കും മുൻപേ വിളറിയ മുഖവുമായി ഫാക്ടറികളിലേക്ക് പോകുന്ന സ്ത്രീകൾ, അവരുടെയൊക്കെ തകർന്ന ശരീരങ്ങളുടെയും മനസ്സിന്റെയും തുടർച്ചയാണ് ഈ കുട്ടികൾ. ഒരു തുടർക്കഥ പോലെ. അതെ, ഇതൊരു വ്യക്തിപരമായ ദുരന്തമെന്നതിലുപരി ഒരു വർഗത്തിന്റെ തന്നെ ദുരന്തകഥയായി മാറുകയാണ്. ഈ ആളുകളെ എവിടെയാണ് നമുക്ക് കാണുന്നത്? അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് കവിത പറയുന്നത്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും വർക്ക് ഫാമുകളിലും. ഈ പൂട്ടിയിടുക എന്ന വാക്ക് തന്നെ ഭീകരമാണ്. ശരിക്കും ഒരു ജയില് പോലെയാണോ ആ സ്ഥാപനങ്ങളെ കവി കാണുന്നത്? ഒരു തരത്തിലതെ. കാരണം അവിടെ പ്രതീക്ഷകളില്ല. ദിവസം മുഴുവൻ അർത്ഥമില്ലാത്ത ജോലി. കിട്ടുന്നതോ അഴുക്കുപിടിച്ച പ്ലാസ്റ്റിക് പാത്രങ്ങളിലെ മോശം ഭക്ഷണവും. ഓ. സമൂഹത്തിന് ആവശ്യമില്ലാത്തവരെ അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞവരെ ഒതുക്കാനുള്ള ഒരു ഇടം. കവി അതിനൊരു പേരും നൽകുന്നുണ്ട്: സമൂഹത്തിന്റെ അഗതികളുടെ ഇടങ്ങൾ, ഡെസ്റ്റിറ്റ്യൂട്ട് ക്രിവീസസ് എന്ന്. അഗതികളുടെ ഇടങ്ങൾ. വളരെ ശക്തമായൊരു പ്രയോഗമാണത്. അതായത് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത വിടവുകളിലേക്ക് അവരെ തള്ളിയിടുന്നു എന്നാണോ? റോഡരികിലോ അടച്ചിട്ട മുറികളിലോ ആരും ശ്രദ്ധിക്കാത്തിടങ്ങളിലോ ഒതുക്കിക്കളയുന്ന ജീവിതങ്ങൾ. ആ പ്രയോഗം വളരെ ശക്തമാണ്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? സമൂഹം മാത്രമാണോ? അല്ല, അവിടെയാണ് കവിത അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഈ ദുരിതങ്ങൾക്ക് സമൂഹത്തെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത്രയും ഭീകരമായ ഒരവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി എന്ന ചോദ്യം അതിലും വലിയൊരു ശക്തിയിലേക്ക് പോകും. അതാണ് വീനേഴ്സ് ഇവിടെ ചെയ്യുന്നത്. അദ്ദേഹം ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. അതെ, അതൊരു ഞെട്ടിക്കുന്ന മാറ്റമാണ്. ഒരു വശത്ത് ദൈവം സൃഷ്ടിച്ച സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു. ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ, മനോഹരമായ സൂര്യാസ്തമയങ്ങൾ. അതെ, പ്രകൃതിയുടെ ഭംഗി. അതേ ശ്വാസത്തിൽ തന്നെ മറുവശത്ത് മനുഷ്യരുടെ അവസ്ഥ വിവരിക്കുന്നു. തകർന്ന തലയോട്ടികൾ, കൂനുള്ള മുതുകുകൾ, മുറിച്ചുണ്ടുകൾ. ഒരേ ലോകത്ത് ഒരേ സൃഷ്ടാവിൻ്റേതെന്ന് പറയുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങൾ. ഈ വൈരുദ്ധ്യം കവിതയുടെ കാതലാണ്. ഇതൊരു വെറും ചോദ്യമല്ല, ഒരു വെല്ലുവിളിയാണ്. ഒരു ദൈവശാസ്ത്രപരവും തത്വചിന്താപരമായ ഒരു വലിയ ചോദ്യം. ഇത്രയധികം സൗന്ദര്യം സൃഷ്ടിക്കാൻ കഴിവുള്ളൊരു ശക്തിക്ക് എങ്ങനെയാണ് ഇത്രമാത്രം വേദനയും വൈരുദ്ധ്യവും അനുവദിക്കാൻ കഴിയുന്നത്? ശരിയാണ്. ഈ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ നന്മ, കാരുണ്യം തുടങ്ങിയ വാക്കുകൾക്ക് എന്ത് അർത്ഥമാണുള്ളതെന്ന് കവി ചോദിക്കുകയാണ്. ഇത് സ്നേഹനിധിയായ കാരുണ്യമുള്ള ദൈവമെന്ന ആ ഒരു പരമ്പരാഗത സങ്കല്പത്തെ കടന്നാക്രമിക്കുകയാണ്. ഈ വലിയ തത്വശാസ്ത്രപരമായ ചോദ്യം പെട്ടെന്ന് വളരെ വ്യക്തിപരമായി മാറുന്നുണ്ട്. കവിതയുടെ ഇടയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിവരമുണ്ട്. എന്റെ അമ്മ 1907 ജനിച്ചു എന്ന് കവി പറയുന്നു. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ചെറിയ ഡീറ്റെയിൽ അല്ലേ? എന്തിനായിരിക്കും ആ ഒരു വർഷം അവിടെ കൃത്യമായി കൊടുത്തത്? ആ ഒരു വരിയാണ് ഈ കവിതയെ വീനേഴ്സിന്റെ സ്വന്തം കഥയാക്കി മാറ്റുന്നത്. അത് വെറുമൊരു നിരീക്ഷണമല്ല, തന്റെ കുടുംബ ചരിത്രമാണ്, താൻ കണ്ട യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. 1907 ജനിച്ച ആ തലമുറ, അതായത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ തലമുറ, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നല്ലവരായ മനുഷ്യർ, പക്ഷേ ജീവിതത്തിൽ ഒരവസരവും ലഭിക്കാതെ
വേദന മാത്രം അനുഭവിച്ചവർ. അവർക്ക് പള്ളിയോടും ദൈവത്തോടും ദേഷ്യമായിരുന്നു എന്ന് കവി പറയുന്നുണ്ട്. അതെ. ആ ദേഷ്യത്തിന് എന്തു സംഭവിച്ചു? അത് ആ തലമുറയോടെ അവസാനിച്ചോ? ഇല്ല, അതാണ് ഏറ്റവും ദുരന്തപൂർണമായ കാര്യം. ആ ദേഷ്യം എങ്ങോട്ടും പോയില്ല. അത് രൂപം മാറി അടുത്ത തലമുറയുടെ ഉള്ളിൽ തന്നെ കിടന്നു. ഓ, കവിതയിൽ പറയുന്നത് പോലെ അത് ഫോബിയകളും വിഷാദവുമായി അടുത്ത തലമുറയെ ബാധിച്ചു. മുൻ തലമുറയുടെ അടക്കിവച്ച ദേഷ്യവും നിരാശയുമാണ് തന്റെ തലമുറയിലെ മാനസിക രോഗങ്ങളായി പുറത്തു വന്നതെന്ന് കവി തിരിച്ചറിയുന്നു. അതായത് താനും ഈ ദുരിതചക്രത്തിന്റെ ഒരു ഉൽപ്പന്നം മാത്രമാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അതെ, അതെ. അപ്പോൾ താൻ ഇരിക്കുന്ന ഈ മാനസികാരോഗ്യ കേന്ദ്രവും അവിടെയുള്ള ആളുകളും തന്റെ കുടുംബത്തിന്റെ ചരിത്രവുമെല്ലാം ഒരേ ചങ്ങലയിലെ കണ്ണികളാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതെ, അവിടെയാണ് കവി തന്റെ സ്വത്വം ആ ദുരിതമനുഭവിക്കുന്നവരുമായി പൂർണ്ണമായി ചേർത്തുവെക്കുന്നത്. ഞാനും അവരിൽ ഒരാളാണെന്ന് പറയുന്ന നിമിഷമാണത്. അതുകൊണ്ടാണ് കവിതയുടെ അവസാനം താൻ സാക്ഷ്യം വഹിക്കുന്നത് ദൈവത്തിന്റെ നന്മയ്ക്കല്ല, മറിച്ച് പാവപ്പെട്ടവരോടുള്ള ദൈവത്തിന്റെ പുച്ഛത്തിനാണ്. കൺടെംപ്റ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിനാണ് സാക്ഷിയാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അതൊരു അതിശക്തമായ വ്യക്തിപരമായ കുറ്റപ്പെടുത്തലാണ്. അതെ. കവിതയിൽ ദൈവത്തെ ധനികൻ അഥവാ റിച്ച് മാൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. ആ പ്രയോഗം വളരെ കൗതുകകരമായി തോന്നി. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്രപഞ്ചം തന്നെ ധനികരുടെ പക്ഷത്താണ് എന്നൊരു ചിന്ത അതിലുണ്ട്. ദൈവം പോലും പണക്കാരുടെ കൂടെയാണ്. ഈ ചിന്ത നമ്മളെ വീണ്ടും ഭൂമിയിലെ വ്യവസ്ഥകളിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ടല്ലേ? ശരിയാണ്. ആകാശത്തിലെ അനീതിയും ഭൂമിയിലെ അനീതിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ അമേരിക്കൻ കവിതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാൾട്ട് വിറ്റ്മാന്റെ ശുഭാപ്തി വിശ്വാസമാണ് മനസ്സിൽ വരിക, അല്ലേ? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആ അമേരിക്കൻ സ്വപ്നം. എന്നാൽ വീനസ് ആ സ്വപ്നത്തിന്റെ നെഞ്ചത്ത് ചവിട്ടിയാണ് ഈ കവിത എഴുതുന്നതെന്ന് തോന്നും. വളരെ ശരിയാണ്. അതൊരു ശക്തമായ താരതമ്യമാണ്. വീനസ് നേരിട്ട് തന്നെ പറയുന്നുണ്ട് താൻ സാക്ഷിയാകുന്നത് വിറ്റ്മാന്റെ ദർശനത്തിനല്ല എന്ന്. അതെ. വിറ്റ്മാൻ കണ്ടത് പ്രതീക്ഷയും അവസരങ്ങളും നിറഞ്ഞ അമേരിക്കയെയാണ്. എന്നാൽ വീനസ് കാണുന്ന അമേരിക്ക ദാരിദ്ര്യത്തിന്റെയും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെയും ചൂഷണത്തിന്റെയും ഭീകരമായ യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും തുല്യ അവസരങ്ങളുണ്ടെന്ന അമേരിക്കൻ ഡ്രീം എന്ന വാഗ്ദാനം അതൊരു വലിയ നുണയാണെന്ന് വീനസ് തന്റെ അനുഭവത്തിലൂടെ വിളിച്ചു പറയുകയാണ്. മായ വർഗസമരം തന്നെ. റെയിൽ പാളങ്ങൾ ഉണ്ടാക്കുന്നതും കിടങ്ങുകൾ കുഴിക്കുന്നതുമെല്ലാം തൊഴിലാളികളുടെ രക്തവും വിയർപ്പുമാണ്. എന്നാൽ അതിന്റെ ഫലമനുഭവിക്കുന്നത് മറ്റുള്ളവരാണ്. തൊഴിലാളികൾക്ക് കിട്ടുന്നത് തകർന്ന ശരീരങ്ങളും മനസ്സുകളുമാണ്. അവരെക്കൊണ്ട് പ്രയോജനമില്ലാതാവുമ്പോൾ, അതായത് ശരീരം തകരുമ്പോഴോ മനസ്സ് തകരുമ്പോഴോ അവരെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നു. അതായത് അവരെ ഒരു തരം ഡിസ്പോസിബിൾ വസ്തുക്കളെപ്പോലെയാണ് വ്യവസ്ഥിതി കാണുന്നത്. ഉപയോഗിക്കുക, വലിച്ചെറിയുക. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. പാവങ്ങളെ ചൂഷണം ചെയ്ത് പണക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു വ്യവസ്ഥിതിയാണിത് തുറന്നു കാണിക്കുന്നത്. അതെ. തൊഴിലാളികൾ തങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു. അവസാനം അവരുടെ മനുഷ്യത്വം തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഈ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ജോൺ വീനേഴ്സിന്റെ ഈ കവിത അത് കേവലം വ്യക്തിപരമായൊരു സങ്കടമല്ല, അതൊരു ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയായി മാറുന്നു. അപ്പോൾ ഈ കവിതയെ നമുക്ക് പല തലങ്ങളിൽ കാണാം. ഒരു മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്നുള്ള ഒരാളുടെ നിലവിളിയായി കാണാം. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന വേദനയുടെ കഥയായി കാണാം. ദൈവത്തിനെതിരെയുള്ളൊരു ചോദ്യമായി കാണാം. പിന്നെ അനീതി നിറഞ്ഞ ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരെയുള്ള വിമർശനമായും കാണാം. ഇതെല്ലാം കൂടിച്ചേർന്ന ഒന്നാണിത്. അതെ, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ കവിത ഇത്രയധികം ശക്തമാകുന്നത്. ഇതിന്റെ കാതൽ ആ പിരിമുറുക്കമാണ്. സൗന്ദര്യവും സഹിക്കാൻ പറ്റാത്ത ദുരിതവും ഒരേ ലോകത്ത് എങ്ങനെ ഒരുമിച്ച് നിലനിൽക്കുന്നു എന്ന ചോദ്യം. ശരിയാണ്. കവിത അതിന് ഉത്തരം നൽകുന്നില്ല. ഉത്തരങ്ങൾ നൽകി നമ്മളെ ആശ്വസിപ്പിക്കാൻ അത് ശ്രമിക്കുന്നതേയില്ല. അതെ. പകരം അതൊരു വിലാപം, ഒരു ലാമെന്റ് അതാണ് നമുക്ക് തരുന്നത്, അല്ലേ? ആ വേദനയെ അതേപടി രേഖപ്പെടുത്തുന്നു. അതെ. ആ ചോദ്യത്തിന് എളുപ്പത്തിലൊരു ഉത്തരം കണ്ടെത്താൻ കവി ശ്രമിക്കുന്നില്ല. പകരം ആ വേദനയെയും അനീതിയെയും അതേപടി രേഖപ്പെടുത്തുകയാണ്. അതിലൂടെ ആ യാഥാർത്ഥ്യത്തിന് സാക്ഷിയാകാനും ആ വേദനയിൽ പങ്കുചേരാനും നമ്മളെ ക്ഷണിക്കുകയാണ് വീനേഴ്സ് ചെയ്യുന്നത്. അത് വായിക്കുമ്പോൾ നമ്മളും ആ ലോകത്തിന്റെ ഭാഗമാകും. ആ ചോദ്യങ്ങൾ നമ്മുടേതുകൂടിയായി മാറും.
നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ കവിത എഴുതിയത് 1972-ലാണ്, ഏകദേശം അരനൂറ്റാണ്ടു മുമ്പ്. വീനേഴ്സ് പറഞ്ഞ അഗതികളുടെ ഇടങ്ങൾ അന്ന് മാനസികാരോഗ്യ കേന്ദ്രങ്ങളും വർക്ക് ഫാമുകളുമായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹം എങ്ങനെയുള്ള അഗതികളുടെ ഇടങ്ങളാണ് സൃഷ്ടിക്കുന്നത്? ഒരുപക്ഷേ ആശുപത്രികളോ വർക്ക് ഫാമുകളോ ആയിരിക്കില്ല. എന്നാൽ പുതിയ രൂപങ്ങളിൽ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നവർ, നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്നവർ ഉണ്ടാകില്ലേ? ആരായിരിക്കും ആ ആളുകൾ? ഒരുപക്ഷേ ആലോചിക്കേണ്ടൊരു കാര്യമാണത്.